എൻ്റെ ദൈവമേ, രാവിലെ ഇവിടുത്തെ പണിയും കഴിഞ്ഞ് അങ്ങ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വന്നിട്ട് ഇവിടുത്തെ ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് തീരുമ്പോഴേക്കും എൻ്റെ നടു അങ്ങ് ഒടിയും. എനിക്ക് തീരെ വയ്യ എൻ്റെ ദൈവമേ. ഇപ്പം നാളെ രാവിലെ 5 മണിക്ക് എണീക്കണമല്ലോ. അല്ല, മീനുമോള് പുതപ്പൊന്നും പുതക്കാതാണോ മറിക്കണത്? ദാ ഈ ജനലും അടച്ചിട്ടില്ല. കർട്ടനിടാൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അതും ഇട്ടിട്ടില്ലല്ലോ. ഷോ, ഷെടാ, ഇതാരാണിപ്പോ ഈ നേരത്ത്? ആ, മഹേഷേട്ടനോ? എന്താ മഹേഷേട്ടാ? ആ, അവരുണ്ടിൽ ഇറങ്ങി. ആളും അപ്പുറത്ത് കിടന്ന്. ആ, ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം, എനിക്കാരെയും പേടിയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എന്നൊക്കെ പറഞ്ഞോണ്ടാ കിടന്നേ. ആ, മീനും ഇവിടെ ഉണ്ട്. ആ, മീനും ഉറങ്ങി. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ, ഏയ്, ഇന്ന് വരത്തില്ലായിരിക്കും. അവള് പറഞ്ഞിട്ടാ കിടന്ന്, ഞാൻ വരുത്തൊന്നുമില്ല, ഞാൻ അവിടെ കിടന്നോളാന്ന്. ആ, അവനാ മനുക്കുട്ടനാ? കിടന്നല്ലേ? നിങ്ങളപ്പോൾ എപ്പോൾ വരുന്ന ആളാ? വൈകുന്നേരം ആവോ? ആ, എല്ലാവരും അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞേക്കേ. ജോലിയുള്ളതുകൊണ്ടായി, ഇല്ലെങ്കിൽ ഞാനും അങ്ങ് വന്നേനെ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ക്ലാസ്സും ഉണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ആ ആ ആ ആ, എന്നാ ശരി, നാളെ വിളിക്കാം. ശരി മഹേഷേട്ടാ, ഗുഡ് നൈറ്റ്. ആ ആ, എന്തായാലും മാറി കിടക്കാം. ഡോർ അടക്കണ്ട. മാളപ്പുറത്ത് ഒറ്റയ്ക്കല്ലേ, ഒന്നാമത് വേറെ ഒരു പേടിത്തോണ്ട് കൊച്ച്. ഉറങ്ങിയോ എന്തോ, ഉറങ്ങിക്കാണാനാണ് സാധ്യത. ആ, എന്തായാലും മാറി കിടക്കാം. അവളെന്തേലും ഉണ്ടെങ്കിൽ വിളിക്കുമായിരിക്കും. ശേ, ഇപ്പം തന്നെ സമയം 11:30 ഇനി എപ്പോൾ എണീക്കാനാണോ എന്തോ. ഞാനീ പെരുവറുത്തോണ്ടെന്നാ ഞാൻ ഈ ജന്മത്തൊന്നും ഉറങ്ങത്തില്ല. വേഗം മാറി കിടക്കൻ്റെ പൊന്നേ. അയ്യോ എൻ്റെ ദൈവമേ, ഇവിടെ വല്ല ചേരയും മാമും വല്ലതും ഉണ്ടോ? ഈ കട്ടിലടിന്ന് വല്ലതും ആണോ സൗണ്ട് കേൾക്കുന്നേ? ശൂശു. അയ്യോ, എന്താടി പെണ്ണെ ഈ നട്ടപ്പാരൊക്കെ ശൂശു വിളിച്ചിവിടാ? പോയി കിടന്ന് ഉറങ്ങി വെച്ചേ. അതമ്മ, ഞാനേ നിങ്ങൾക്ക് ഉറങ്ങാൻ നോക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾക്ക് ഉറങ്ങിക്കോളാം. പോ അപ്പുറത്ത് പോയി കിടന്ന് ഉറങ്ങി വെച്ചേ. നട്ടപ്പാരൊക്കെ ഇറങ്ങി നടക്കോള്. ആ, അല്ലമ്മ. എന്തെല്ലാം നമ്മന്ന് പോയി കിടന്ന് ഉറങ്ങി വെച്ചേ. പോ. എന്നെ ഉറക്കത്തില്ല. എൻ്റെ അമ്മയും മീനയും കൂടി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സ്വസ്ഥമായിട്ട് അപ്പുറത്ത് കിടന്ന് ഉറങ്ങും അമ്മ? പറ. ഞങ്ങൾ രണ്ടുപേരില്ലേ, ഒറ്റയ്ക്കല്ലല്ലോ. മോള് പോയി കിടക്കാൻ നോക്ക്. അല്ലമ്മ, നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഈ മറ്റേ ടെൻഡൻസി ഇല്ലേ. ഓ, അമ്മ എപ്പോഴും പറയുമായിരുന്നല്ലോ, ആവലാലിയോ? ആവലാലിയാ? ആവലാതി. അത് തന്നെ, ആവോലി. എടി വേണേ, ആവോലി അല്ലടി, ആവലാതി. ആ, അത് തന്നെ. അമ്മയ്ക്ക് സാധനം മനസ്സിലായല്ലോ. ആ, അതുകൊണ്ട് ഞാനെങ്ങനെ ഉറങ്ങും അമ്മ ഈ രാത്രി മൊത്തം? അജി, ഈ പെണ്ണെന്താ പറയുക ഉറക്കം അമ്മ? പിന്നെ നിന്നെ പോലെ ആളി നട്ടപ്പാരൊക്കെ ഇറങ്ങി നടക്കണോ? അതൊന്നും വേണ്ട. ഇതേ മാള് കളിക്കാതെ പോയി കിടന്ന് ഉറങ്ങി, എനിക്ക് ഉറക്കം വന്നിട്ട് വൈകിയ കേട്ടാ. അല്ല അമ്മ, ഞാനപ്പം നിങ്ങൾക്ക് രാത്രി കൂട്ടിന് ഇവിടെ കിടക്കട്ടെ? ഓഹോ, സംഗതി ഇപ്പം പിടികിട്ടി. അമ്മയും അനിയത്തിയും ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന രാവലാതിയൊന്നും അല്ല, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്നങ്ങ് പറഞ്ഞാൽ പോരെ. പേടി? ആർക്ക് പേടി? എനിക്കാ? ഒന്ന് പോയമ്മ, ഇതല്ല എൻ്റെ അപ്പുറം ചാടിക്കിടന്നാണ് ഈ മാളു. പേടിയില്ലെങ്കിൽ പോ, ചെല്ല്, പോയി കിടക്ക്. അങ്ങനല്ല. എങ്ങനല്ലെന്ന്? പ്ലീസ് അമ്മ, ഞാനിങ്ങോട്ട് കിടന്നോട്ടെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ കട്ടിലെ കിടക്കാനോ? എടി കൊച്ചേ, ഇതിനകത്ത് എങ്ങനെ കിടക്കാനാണ്? ഇതേ സിംഗിൾ കട്ടില്ല. ആ റൂമിലായിരുന്നേ പിന്നെ 2 പേർ കൂടെ കിടക്കായിരുന്നു. ഞാനും അച്ഛനും കൂടെ കിടന്ന് അവിടെയും കിടക്കായിരുന്നു. ഇതിനകത്ത് എങ്ങനെ കിടക്കാനാ? ഞാൻ താഴെ പായിട്ടാലും കിടന്നോളാം അമ്മ. ഇനിയിപ്പോൾ പായ എടുക്കാനൊക്കെ അപ്പുറത്തോട്ട് പോണ്ടേ? അവിടെ മുകളിലാണ് ഷെൽഫിൽ കൊണ്ട് ഞാൻ പായൊക്കെ അടിക്കി വെച്ചേക്കുന്നേ. അല്ലേ വേണ്ട അമ്മ, അത് അവളെ നമുക്ക് താഴെ കിടത്തിട്ട് ഞാൻ കിടക്കാം. പൊടിയൊന്നും അവിടുന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാൽ പോരെ? കിടക്കും. ലാസ്റ്റ് ഒരാൾ താഴെ കിടക്കുന്നതാണോ രാവിലെ? ഇല്ലമ്മ, അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. എന്നാവാ കയറി കിടക്ക്. ഞാൻ അറ്റത്ത് കിടന്നോളാം അമ്മ. നീ എണീറ്റ് ഓഫ് ആക്കുമോ അലാറം ഒക്കെ? ഇല്ല, എന്നാ ഞാൻ നടുക്കിടക്കട്ടെ അമ്മ.
വേണ്ട. ഇവക്ക് ഉറക്കത്തിലും ബോധമുണ്ടോ? നീ എന്നാ പിന്നെ അങ്ങേറ്റത്തോട്ട് മാറി കിടക്ക്.